ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന കേസുണ്ട്, ക്രൈമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേറെ വല്ല വകുപ്പും ചേർത്ത് അവനെ 3-4 മാസം ഉള്ളി തള്ളാൻ നമ്പൂരിശം പോലീസിന് എന്ത് തരണം പറഞ്ഞോളൂ. ആദ്യം ഒരു ക്രൈം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ക്രൈം ഉണ്ടായിരുന്നു, അത് പാർട്ടി ബേസിൽ ഉണ്ടായിരുന്നു. ഇവരെ പാർട്ടി തന്നെയാണ് DIFI. നീ എങ്ങനെ പറഞ്ഞോടാ? അവിടെ നേമം മണ്ഡലത്തിലെ ഒരു പയ്യനുമായിട്ട് അടിയായി, അങ്ങനെ ബഹളമായപ്പോൾ അവൻ്റെ സഹോദരിയാണ് അവരെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു, അവരെന്തോ കാണിച്ചു എന്നും പറഞ്ഞു. ഇതേ സെയിം കഥ തന്നെയാണ് ഇവരവിടെയും പറഞ്ഞത്. പക്ഷെ ഇതുപോലെ വേണ്ടാതീനം പറഞ്ഞു വരുത്തുന്നവരെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പൊതുവായിട്ട് ഇവരെ പാർട്ടി മൊത്തം ലൈംഗിക അതിക്രമത്തിൻ്റെ ആൾക്കാരാണെന്നുള്ളത് എനിക്കിപ്പം മനസ്സിലായി. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ളത് കോടതി വരെ തെളിയിച്ചാണ്. പിന്നെ ഇദ്ദേഹം പറയും പോലെ എനിക്ക് ഇദ്ദേഹത്തിന് തെളിയിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കേസ് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. ഇവരെ പാർട്ടിയിൽ ആരും ഇല്ല, പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല. എല്ലാം നല്ല ആൾക്കാരാണ്, നല്ല സത്യസന്ധന്മാരായിട്ടുള്ള പാർട്ടിക്കാരാണ്, നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്, എല്ലാം നല്ല ആൾക്കാരാണ്. പീഡന വീരന്മാരേ ഇല്ല. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയ. ഈ മാഡത്തിന്റെ പേരിലും ഈ സാറിന്റെ പേരിലും MLA സാറിന്റെ പേരിലും എത്രമാത്രം കേസുണ്ട്. എന്നെ എനിക്ക് 1, 2, 3 കേസുണ്ടെന്ന് പറയുന്നു. ഇവർക്ക് 500, 400, 200 കേസ്. ആ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. സെക്രട്ടേറിയറ്റിൽ ചാടി നടന്ന കേസ്, പിന്നെ 1 വേ കൂടെ മാഡം ആസിഫ് അലിയെ കാണാൻ ഓടിയത്. എന്താ ഉറക്കം വരുന്നു? അതൊന്നും കേസേ അല്ല. ഇവര് സിഗ്നൽ തെറ്റിക്കുന്ന, നിയമം തെറ്റിക്കുന്നതൊക്കെ ഇവരെ ഹോബിയാണ്. രാജാവിനെന്ത് ക്യൂ വഴി ഒരു കട മുൻപന്തയിൽ. അപ്പൊ നമുക്ക് സാധാരണക്കാരായിട്ടുള്ളവർക്ക് പ്രതികരിക്കാൻ നിവർത്തിയില്ല. തവള വർക്കിച്ചിനെയും ലോക്കൽ പൊളിറ്റീഷ്യനെയും കണ്ട് പേടിച്ചോറേണ്ട ആളാണോ നീ? 2 ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലിൽ ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ, മുണ്ടുപൊക്കി കാണിക്കുന്ന. ഞാൻ മുണ്ടല്ല എടുത്തിരുന്നത്, പാന്റാണ് ഇട്ടിരുന്നത്, പാന്റാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. രക്ഷയില്ലല്ലോ മേറെ. സാക്ഷാൽ ശബരിമല ശാസ്താവ് പോലും കൈവിടുന്ന ലക്ഷണമാണ്. അതുകൊണ്ട് ഇനി ഉള്ള സമയത്ത് എന്ത് വേണമെന്ന് സ്വയം ആലോചിക്കും.